അന്താരാഷ്ട്ര ഭൗമരാഷ്ട്രീയത്തിലും മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ സൈനിക സമവാക്യങ്ങളിലും വൻ ഭൂകമ്പം സൃഷ്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി മുൻ ഇസ്രയേൽ അമേരിക്കൻ ചാരൻ ജോനാഥൻ പൊള്ളാർഡ് രംഗത്തെത്തിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന വലിയൊരു യുദ്ധ കൊടുങ്കാറ്റിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന പൊള്ളാർഡിന്റെ പ്രസ്താവനകൾ മിഡിൽ ഈസ്റ്റിൽ പുതിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. ഇസ്രയേൽ നിലവിൽ നേരിടുന്ന പ്രധാന ശത്രുവായ ഇറാൻ അപ്പുറത്തേക്ക് രാജ്യം പുതിയ യുദ്ധമുഖങ്ങൾക്കായി തയ്യാറെടുക്കേണ്ടതുണ്ടെന്ന അദ്ദേഹത്തിന്റെ വാദങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വീക്ഷിക്കുന്നത്. പ്രശസ്തമായ ആരുട്സ് ഷെവ പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് ഇസ്രയേലിന്റെ ഭാവി സൈനിക തന്ത്രങ്ങളെയും വരാനിരിക്കുന്ന ഭീഷണികളെയും കുറിച്ച് പൊള്ളാർഡ് തുറന്നടിച്ചത്. ഇസ്രയേൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇറാൻ എന്ന ഏക ലക്ഷ്യത്തിനപ്പുറം വലിയ അപകടങ്ങൾ അതിർത്തികളിൽ രൂപപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇസ്രയേലിന്റെ സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും വിവാദ പുരുഷന്മാരിൽ ഒരാളായ ഒരു മുൻ ചാരന്റെ നാവിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത് എന്നത് വെറുമൊരു പ്രവചനമായി തള്ളിക്കളയാൻ ഇസ്രയേൽ ഭരണകൂടത്തിനോ സൈനിക വൃത്തങ്ങൾക്കോ കഴിയില്ല. സമീപഭാവിയിൽ ഇസ്രയേലിന് നേരെ തുറക്കപ്പെടാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ രണ്ട് യുദ്ധമുന്നണികൾ തുർക്കിയും ഈജിപ്തുമായിരിക്കുമെന്നാണ് പൊള്ളാർഡ് അടിവരയിട്ട് പറയുന്നത്. നിലവിൽ ഈ രണ്ട് രാജ്യങ്ങളുമായി ഇസ്രയേലിന് ഔദ്യോഗികമായി യുദ്ധ സാഹചര്യങ്ങളില്ലെങ്കിലും അണിയറയിൽ ഒരുങ്ങുന്ന നീക്കങ്ങൾ ശുഭസൂചനയല്ല നൽകുന്നത്. പ്രാദേശികമായ മേധാവിത്വം ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന തുർക്കിയും തന്ത്രപ്രധാനമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമുള്ള ഈജിപ്തും ഇസ്രയേലിന്റെ നിലനിൽപ്പിന് ഭാവിയിൽ വലിയ വെല്ലുവിളിയായി മാറുമെന്നാണ് ഇദ്ദേഹത്തിന്റെ നിരീക്ഷണം. ഭയപ്പെടുത്തുന്ന ഒരു കൊടുങ്കാറ്റ് മിഡിൽ ഈസ്റ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും അതിനെ നേരിടാൻ ഇസ്രയേൽ സൈന്യം മാനസികമായും തന്ത്രപരമായും സജ്ജമാകണമെന്നും പൊള്ളാർഡ് താക്കീത് നൽകുന്നു. ഗസയിലെയും ലെബനിലെയും സംഘർഷങ്ങളിൽ ഇസ്രയേൽ സൈന്യം നിലവിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു പ്രാദേശിക യുദ്ധത്തിനുള്ള വിത്തുകൾ മുളച്ചു പൊന്തുന്നത് രാജ്യം കാണാതെ പോകരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇസ്രയേലിന്റെ സൈനിക മുൻഗണനകളിൽ വലിയൊരു മാറ്റം വരുത്തേണ്ട സമയമാണിതെന്ന സൂചനയും ഈ വാക്കുകളിൽ ഉണ്ട്. ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടികളെ തുടർന്ന് ഇസ്രയേലും തുർക്കിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്ബ് ഉർദുഗാൻ പരസ്യമായി തന്നെ ഇസ്രയേൽ ഭരണകൂടത്തിനെതിരെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും കടുത്ത ഭാഷയിൽ രംഗത്തു വന്നിരുന്നു. ഹമാസിനെ ഒരു വിമോചന പ്രസ്ഥാനമായി കാണുന്ന തുർക്കിയുടെ നിലപാട് ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പൂർണ്ണമായും തകർച്ചയുടെ വക്കിലെത്തിക്കുകയും ചെയ്തു. വടക്കൻ അതിർത്തിയിലെ സിറിയൻ പ്രതിസന്ധിയും തുർക്കിയുടെ പങ്കും ഇസ്രയേലിന് വലിയ സുരക്ഷാ ആശങ്കകളാണ് സമ്മാനിക്കുന്നത്. സിറിയയിൽ തുർക്കി നടത്തുന്ന സൈനിക ഇടപെടലുകളും അവിടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കങ്ങളും ഇസ്രയേലിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ്. സിറിയൻ മണ്ണിൽ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നിരന്തരം വ്യോമാക്രമണം നടത്തുമ്പോൾ തുർക്കിയുടെ അവിടെയുള്ള സാന്നിധ്യം ഭാവിയിൽ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ലെന്ന് സൈനിക വിദഗ്ധർ ഭയപ്പെടുന്നു. മറുവശത്ത് ഇസ്രയേലുമായി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സമാധാന കരാറുള്ള രാജ്യമാണ് ഈജിപ്ത്. 1979 ഒപ്പുവെച്ച ക്യാമ്പ് ഡേവിഡ് ഉടമ്പടിക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ തോതിലുള്ള സൈനിക സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഗസയുടെ അതിർത്തിയായ റഫയിലെ ഇസ്രയേലിന്റെ സൈനിക മുന്നേറ്റവും ഫിലാൽഡൽഫി കോറിഡോറിലെ നിയന്ത്രണവും ഈജിപ്തിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ ഇസ്രയേൽ നടത്തുന്ന അതിർത്തി നീക്കങ്ങൾ സമാധാന കരാറിന്റെ ലംഘനമാണെന്ന നിലപാടിലാണ് കെയ്റോ. ചരിത്രപരമായി നോക്കിയാൽ ഇസ്രയേലും തുർക്കിയും തമ്മിൽ ശക്തമായ നയതന്ത്ര വ്യാപാര സൈനിക സഹകരണങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ഇസ്രയേലുമായി ഇത്രയധികം അടുപ്പം കാണിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ വലിയ നേട്ടമായാണ് കണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രാദേശിക ഇസ്ലാമിക രാജ്യത്തിന്റെ നേതാവാകാൻ തുർക്കി ശ്രമിക്കുന്നതോടെ ഈ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണു. പൊള്ളാർഡിന്റെ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് ഈ വിള്ളലുകൾ ഇനി നികത്താനാവാത്ത വിധം യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം എന്നാണ്. ഈജിപ്തുമായുള്ള സമാധാനം ഇസ്രയേലിന്റെ ദക്ഷിണ അതിർത്തിയെ പതിറ്റാണ്ടുകളായി സുരക്ഷിതമാക്കി നിർത്തിയിരുന്ന പ്രധാന ഘടകമായിരുന്നു. ഈജിപ്തിൽ നിന്നുള്ള ഭീഷണി ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഇസ്രയേലിന് വടക്കൻ അതിർത്തിയിലും ഇറാനിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഈജിപ്തിലെ പൊതുജന വികാരം ഇസ്രയേലിന് പൂർണ്ണമായും എതിരാണ്. ഗസയിലെ സംഭവങ്ങൾ ആ ജനരോഷം ഇരട്ടിയാക്കിയിട്ടുണ്ട്. ഭരണകൂടത്തിന് എത്ര കാലം ഈ ജനവികാരത്തെ അവഗണിച്ച് ഇസ്രയേലുമായി സൗഹൃദത്തിൽ പോകാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്.
ജോനാഥൻ പൊള്ളാർഡിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇസ്രയേലി സമൂഹത്തിൽ വലിയൊരു വിഭാഗം വില കൽപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. US നാവികസേനയിൽ ഇന്റലിജൻസ് അനലിസ്റ്റ് ആയിരിക്കെ ഇസ്രായേലിന് അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയതിനാണ് പൊള്ളാർഡ് അമേരിക്കയിൽ പതിറ്റാണ്ടുകളോളം ജയിൽ ശിക്ഷ അനുഭവിച്ചത്. പിന്നീട് ഇസ്രയേലിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് വലതുപക്ഷ രാഷ്ട്രീയ വൃത്തങ്ങളിലും സുരക്ഷാ നിരീക്ഷകർക്കിടയിലും വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിലെ കടുത്ത ദേശീയവാദികളുടെ ചിന്താഗതിയാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇറാനെ ഒരു വശത്ത് പ്രതിരോധിക്കുമ്പോൾ തന്നെ ഇസ്രയേലിന്റെ മറ്റയൽ രാജ്യങ്ങളിലെ രാഷ്ട്രീയ മാറ്റങ്ങളെയും അവർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അറബ് വസന്തത്തിനു ശേഷം ഈജിപ്തിലുണ്ടായ ഭരണമാറ്റങ്ങളും പിന്നീട് വന്ന സൈനിക ഭരണകൂടവും ഉണ്ടാക്കിയ താൽക്കാലിക ശാന്തത എന്നേക്കുമായി നിലനിൽക്കില്ലെന്ന് ഇസ്രയേൽ കരുതുന്നു. ഇസ്രയേലിന് ചുറ്റുമുള്ള രാഷ്ട്രങ്ങളിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന നേരിയ മാറ്റങ്ങൾ പോലും വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. തുർക്കിയുടെ ആധുനിക സൈനിക ശേഷിയും നാറ്റോ സഖ്യത്തിലെ അവരുടെ അംഗത്വവും ഇസ്രയേലിന് വലിയ വെല്ലുവിളിയാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈന്യമുള്ള തുർക്കിയുമായി ഒരു നേരിട്ടുള്ള യുദ്ധം ഇസ്രയേലിനെ സാമ്പത്തികമായും സൈനികമായും തളർത്തും. പൊള്ളാർഡ് പറയുന്നത് പോലെ തുർക്കികളുമായി കാര്യങ്ങൾ എളുപ്പമാകില്ല എന്ന യാഥാർത്ഥ്യം ഇസ്രയേലിന്റെ സൈനിക നേതൃത്വത്തിന് നന്നായി അറിയാം. പാശ്ചാത്യ ആയുധങ്ങളും തദ്ദേശീയ സാങ്കേതിക വിദ്യയുമുള്ള തുർക്കി ഒരു കടുത്ത എതിരാളി തന്നെയായിരിക്കും. ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ തങ്ങളുടെ പ്രതിരോധ ബജറ്റും സൈനിക തന്ത്രങ്ങളും പുനഃക്രമീകരിക്കേണ്ടി വരും. ഇത്രയും കാലം ദീർഘദൂര മിസൈലുകളിലും വ്യോമാക്രമണങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഇസ്രയേൽ ഒന്നിലധികം അതിർത്തികളിൽ ഒരേ സമയം കരയുദ്ധം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഒരേ സമയം ഇറാൻ, തുർക്കി, ഈജിപ്ത് എന്നീ 3 വൻ ശക്തികളെ നേരിടുക എന്നത് ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത വിധം കഠിനമായ പരീക്ഷണമായിരിക്കും. പൊള്ളാർഡിന്റെ ഈ തുറന്നു പറച്ചിൽ മിഡിൽ ഈസ്റ്റിലെ മറ്റ് അറബ് രാജ്യങ്ങളിലും വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. അബ്രഹാം ഉടമ്പടിയിലൂടെ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിച്ച ഗൾഫ് രാജ്യങ്ങൾ ഈ പുതിയ സംഭവ വികാസങ്ങളെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. മേഖലയിൽ ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും സുരക്ഷിതത്വത്തെയും ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. ശാന്തതയിലേക്ക് നീങ്ങുകയാണെന്ന് കരുതിയ മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു വലിയ അഗ്നിപർവ്വതത്തിന് മുകളിലാണെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഇസ്രയേലിന്റെ ഭാവി സുരക്ഷാ നയങ്ങളെക്കുറിച്ചുള്ള വലിയൊരു പുനർവിചിന്തനത്തിനാണ് ജോനാഥൻ പൊള്ളാർഡിന്റെ വാക്കുകൾ വഴിവെച്ചിരിക്കുന്നത്. ഇറാൻ ഉയർത്തുന്ന ഭീഷണിയേക്കാൾ വലുതോ അല്ലെങ്കിൽ അതിന് തുല്യമോ ആയ അപകടങ്ങൾ തുർക്കിയിൽ നിന്നും ഈജിപ്തിൽ നിന്നും ഉണ്ടാകാമെന്ന മുന്നറിയിപ്പ് ഇസ്രയേൽ ഗൗരവത്തിലെടുക്കാനാണ് സാധ്യത. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ കൂടുതൽ കടുത്ത നയതന്ത്ര സൈനിക നീക്കങ്ങളിലേക്ക് ഇസ്രയേൽ നീങ്ങുമെന്നതിന്റെ വ്യക്തമായ ലക്ഷണങ്ങളാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പ്രകടമാകുന്നത്.